അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് പിതാവാണ്. ലൂക്കായുടെ സുവിശേഷം 12-ലും മത്തായിയുടെ സുവിശേഷം 6-ലും നമ്മൾ വായിക്കുന്നു, ആകാശപ്പറവുകളെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആകാശപ്പറവുകളെക്കാൾ നമ്മൾ എത്രമാത്രം നമ്മുടെ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. നമ്മൾ മക്കളാണ്. പ്രിയപ്പെട്ടവരെയും വീണ്ടും നമ്മൾ വായിക്കുന്നു, വയലിലെ പുല്ലിനെ ദൈവം എത്ര മനോഹരമായി അണിയിക്കുന്നു. നിങ്ങൾ അതിനേക്കാൾ വിലപ്പെട്ടവരല്ലേ ദൈവത്തിന്? നമ്മൾ മക്കളാണ്, ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം ഈ ഭൂമിയിലെ ആകാശപ്പറവുകളെക്കാളും വയലിലെ പുല്ലിനേക്കാളും എത്ര അധികമായി നമ്മളെ പരിഗണിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പിതാവായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതോടുകൂടി സാമ്പത്തിക മേഖല നമ്മുടെ മുമ്പിൽ ഉയർത്തിയ എല്ലാ വെല്ലുവിളികളിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പതിപ്പിച്ചു വയ്ക്കുന്ന ദൈവസങ്കല്പം, ദൈവം നിനക്ക് പിതാവാണ് എന്ന ബോധമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ധ്യാനമെല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ വീട്ടിൽ പോയി. ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു 6 മണിയായി. ഒരാൾ എൻ്റെ മുറിയിലേക്ക് വന്നു. അദ്ദേഹം ഈ വിഴിഞ്ഞം പൂവാറ് ഭാഗത്ത് നിന്ന് വന്ന ഒരാളാണ്. നല്ല പൊക്കവും തടിയും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ മുറിയിൽ വന്നു, കസേരയിലിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 1 വർഷമായി മീൻ പിടിക്കാൻ പോയിട്ട് എൻ്റെ ബോട്ടിന് മാത്രം ഒരു കുഞ്ഞു മീൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്താ അച്ഛാ അങ്ങനെ? ഓരോ പ്രാവശ്യവും മീൻ പിടിക്കാൻ പോകുന്നു, ഒരു കുഞ്ഞു മീൻ പോലും കിട്ടുന്നില്ല. ഓരോ പ്രാവശ്യവും മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ ബോട്ട് പ്രവർത്തിക്കുന്നതിനാവശ്യമായ മണ്ണെണ്ണയും മറ്റുമൊക്കെ ചിലവുണ്ട്. അങ്ങനെ നല്ലൊരു തുക, വലിയൊരു തുക തന്നെ കടത്തിലായി. ഈ വലിയ കടം വന്നിരിക്കുന്നത് കൊണ്ട് ഇനി വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോന്നതാണ്. പുള്ളി വീണ്ടും എന്നോട് ചോദിക്കുകയാണ്, അതെന്താ വെച്ചാൽ എൻ്റെ ബോട്ടിന് മാത്രം മീൻ കിട്ടാത്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പുള്ള ഇങ്ങനെ കണ്ണുനീര് ഒഴുകുകയാണ്. പുള്ളി വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ മീൻ കിട്ടാത്തത്? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മീൻ കിട്ടാൻ മീൻ എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചു. കഴിഞ്ഞില്ല, പുള്ളി ചാടി എഴുന്നേറ്റ് നേരെ വാതിൽക്ക് ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചോദ്യം പുള്ളിക്ക് എന്തോ മുറിവായത്. ഞാൻ ഉടനെ പുറകെ ഓടിച്ചെന്ന് പുള്ളിയുടെ കൈ കയറി പിടിച്ചു. ചേട്ടൻ എന്താ ഞാൻ പറഞ്ഞ് വേദനയായോ? ഒന്നുമില്ല, ഞാൻ പോവുക. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റിയല്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ മുറിവായില്ലേ എന്ന് പറയണം.
പുള്ളി അത് പറയുന്നില്ല. പുള്ളി പറഞ്ഞു ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു കാരണം പറയാതെ വിടിയല്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, മീൻ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളുടെ അടുക്കലാണല്ലോ മീൻ കിട്ടുന്നില്ലെന്ന് ഞാൻ വന്ന് പരാതി പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പുള്ളിനെ പിടിച്ചുകൊണ്ട് വന്ന് വീണ്ടും കസേരയിരുത്തി. ഞാൻ ബൈബിള് തുറന്നു. ബൈബിള് തുറന്നിട്ട് ഈശോ ചെയ്ത ഒരത്ഭുത ഭാഗം വായിച്ചു കേൾപ്പിച്ചു. 5000-ഓളം വരുന്ന പുരുഷന്മാർ, അതിന് തുല്യരായ സ്ത്രീകൾ, കുട്ടികളുൾപ്പെടെയുള്ള വലിയ ഒരു ജനാവലി. ഈ ജനാവലിക്ക് മുഴുവനും ഭക്ഷിക്കാനുണ്ടായിരുന്നത് വെറും 5 അപ്പവും 2 മീനുമാണ്. ഒട്ടും തികയാത്ത ഈ 5 അപ്പവും 2 മീനും ഈശോ എന്തു ചെയ്തു? ഈശോ ആ തികയാത്ത 5 അപ്പവും 2 മീനും കയ്യിലെടുത്തിട്ട് പിതാവിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തി നന്ദിയും സ്തോത്രവും പറഞ്ഞു. പറഞ്ഞ ഉടനെ തന്നെ എന്താണ് ഈശോ കണ്ടത്? ഈ ജനാവലിക്ക് മുഴുവനും കഴിക്കുവാനുള്ള അപ്പവും മീനും സ്വർഗസ്ഥനായ അപ്പൻ്റെ കയ്യിൽ യേശു കണ്ടു. ഹല്ലേലൂയ. അത് അപ്പൻ്റെ കയ്യിൽ കണ്ട് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈശോ 5 അപ്പവും 2 മീനും ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. വിളമ്പിക്കോളാൻ പറഞ്ഞു. കാരണം ഇത് വരുന്നത് അപ്പൻ്റെ കയ്യിൽ നിന്നാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ ഉറവിടത്തിൽ നിന്നാണ് അത് വരുന്നത്. ഹല്ലേലൂയ. അവർ വിളമ്പും തോറും വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ഇപ്പോൾ കൈവശം ഇരിക്കുന്നത് 5 അപ്പവും 2 മീനുമാണെങ്കിലും ഈ ജനത്തിന് ആവശ്യമുള്ള ബാക്കിയുള്ളത് മുഴുവനും ഇരിക്കുന്നത് അവിടെയോ ഇവിടെയോ അല്ല, സ്നേഹമുള്ള അപ്പൻ്റെ കയ്യിലാണ്. അപ്പൻ്റെ കയ്യിൽ അത് കണ്ട് നന്ദിയും സ്തുതിയും പറഞ്ഞ നിമിഷം തൊട്ട് കണ്ടോ അത് പെരുകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അപ്പൻ്റെ കയ്യിൽ കാണാൻ പഠിക്കണം. നമ്മുടെ കയ്യിൽ ഇത്ര ഇരിപ്പുണ്ട്, ബാക്കി എവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതും അപ്പൻ തന്നതാണ്, ബാക്കി ഇരിക്കുന്നതും അപ്പൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം ദൈവപിതാവിൻ്റെ കയ്യിൽ കാണാൻ നമുക്ക് സാധിക്കണം. അത് വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് നീ ഇന്ന് കണ്ടാൽ നാളെ നിൻ്റെ കയ്യിൽ അത് നീ അനുഭവിക്കും. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമുക്ക് പിതാവാണ്, നമ്മൾ അവിടത്തേക്ക് മക്കളാണ്. എന്താണ് ദൈവം ഈ ഭൂമിയിൽ എന്ത് അനുഭവമാണ് നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൻ്റെ സ്നേഹം അനുഭവിക്കണമെന്നാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ പരിപാലനയും സ്നേഹവും അനുഭവിച്ചറിയാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും നമ്മുടേതല്ല, ദൈവത്തിൻ്റെയാണ്. നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇതാ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെ ബാക്കി അപ്പൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ ബാക്കി അപ്പൻ്റെ കയ്യിൽ കാണണമെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് നീ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയണം. ഇത് അപ്പൻ തന്നതാണ്. ഇതെൻ്റെ മിടുക്കിൻ്റെയോ സാമർഥ്യത്തിൻ്റെയോ കഴിവിൻ്റെയോ സൂത്രത്തിൻ്റെയോ തട്ടിപ്പിൻ്റെയോ ഫലമല്ല. ഇത് എൻ്റെ അപ്പൻ്റെ സ്നേഹമാണ്. ഇത് മനസ്സിലാക്കി ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുക. നന്ദിയും സ്തുതിയും പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സർവ്വതിനും വ്യത്യാസമുണ്ടാകും.
ഹല്ലേലൂയ. യേശു അപ്പവും മീനും കയ്യിലെടുത്ത് നന്ദി പറഞ്ഞപ്പോൾ അത് 5000-ത്തിലധികം പേർക്ക് ഭക്ഷിക്കുവാനുള്ള അപ്പവും മീനുമായി വർദ്ധിച്ചുവെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുടെ മേൽ നമ്മൾ കയ്യിലെടുത്ത് നന്ദി പറയുന്നുവോ ഇവിടെ മുഴുവനും മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. എപ്പോഴെല്ലാം യേശു കയ്യിൽ അപ്പമെടുത്ത് അപ്പോഴെല്ലാം ഈശോ നന്ദി പറഞ്ഞിട്ടുണ്ട്. വേറൊരു അവസരത്തിൽ യേശു അപ്പം കയ്യിലെടുത്ത് നന്ദി പറഞ്ഞപ്പോൾ അത് നിത്യജീവന്റെ അപ്പമായി മാറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്നേഹം നീ അനുഭവിച്ചറിയുക. ഇത് നമ്മുടെ മിടുക്ക് അനുഭവിക്കാനുള്ളതല്ല ഈ ഭൂമി, വേറെ ആരുടെയും ഔദാര്യം അനുഭവിക്കാനുള്ളതുമല്ല. ഇത് സ്വർഗീയ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ടാണ് നമ്മളെ അവിടുന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത്. നമ്മളെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ആ പിതാവിൻ്റെ പരിപാലനയുടെ കരുതലിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഇതാ അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും അപ്പനെ ഓർമ്മിപ്പിക്കുന്നവയാണ്. കാരണം ഇത് അപ്പൻ്റെ സമ്മാനമാണ്. സമ്മാനം എപ്പോഴും സമ്മാനം തന്നയാളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ചെടികളും മണ്ണും എല്ലാം, ഇവിടുത്തെ ജീവജാലങ്ങളും മുഴുവനും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ അതിൽ നിന്ന് ഉണ്ടോ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെക്കാൾ വിശാലമായ പിതൃസ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ 5 ദിവസമായി ആ കുടുംബനാഥൻ വലിയ ദുഃഖത്തിലാണ്. അദ്ദേഹം ഒരു കമ്പനിയിൽ 12 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. 5 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്ക് വേറെ ജോലിയൊന്നും അറിയാൻ പാടില്ല. അപ്പം ഞാനിനി എന്ത് ജോലി ചെയ്തുകൂടെ ജീവിക്കും? എനിക്ക് വേറെ ജോലിയൊന്നും അറിയാൻ പാടില്ല. ഭാര്യ ജോലിക്കൊന്നും പോകുന്ന ആളുമല്ല, ജോലിയിട്ട് അറിയാനും പാടില്ല. 3 പിള്ളേരുണ്ട്. ഒരു വീട് വെച്ചതിൻ്റെ കടം വീടിയിട്ടില്ല. അപ്പോൾ വളരെ ഇയാൾ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കും. ഹല്ലേലൂയ. നുണ മനുഷ്യനെ അടിമയാക്കും. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഃഖം വിട്ടുപോകും. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം തരുന്ന ദാനങ്ങൾ ദൈവം പിൻവലിക്കുന്നത് അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് ദാനം തന്നാൽ ദൈവമാണ് ആ ദാനം പിൻവലിക്കുന്നത് അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ജോലി ദൈവം തന്ന സമ്മാനമാണ്. ആ സമ്മാനം ദൈവം പിൻവലിച്ചാൽ അതിനർത്ഥം അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോഴുള്ളത് നല്ലതാണല്ലോ. ഇപ്പോഴുള്ളത് നല്ലതാണെങ്കിലും ഏറ്റവും നല്ലതിന് ഈ നല്ലത് തടസ്സമായതുകൊണ്ട് ഈ നല്ലത് ദൈവം പിൻവലിക്കുന്നു. എന്തിന്? ഏറ്റവും നല്ലത് തരാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പം ആദ്യം ഇയാൾ ചെയ്യേണ്ടത്, ഈ ജോലി എൻ്റെ മിടുക്ക് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ എനിക്ക് കിട്ടിയതല്ല,
ഇത് എൻ്റെ ദൈവം തന്ന സമ്മാനമാണ്. ദൈവം എന്നോട് കാണിച്ച കരുണയും സ്നേഹവുമാണ്. അങ്ങനെ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് വരെ അങ്ങനെ ജോലിയെ ഓർത്തൊന്നും കാര്യമായിട്ട് നന്ദിയൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനുള്ള അവസരമാണ്, ദൈവത്തിന് നന്ദി പറയുക. തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതെനിക്കറിയാം ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന്. ഞാൻ പറഞ്ഞു പോരാ. തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷമല്ലേ ഇയാൾ ജോലിക്കെടുത്തത്? അതെ. ധാരാളം ആളുകൾ ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നില്ലേ? ഉവ്വ. അതിൽ നിന്നാണല്ലോ ഇയാളെ തിരഞ്ഞെടുത്തത്? അതെ. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ എൻ്റെ മിടുക്ക് കൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന ചിന്ത ഒരു ചെറിയ തലത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മിടുക്ക് എന്നത് തലയിൽ കളയണം. ഇത് എൻ്റെ ദൈവം എന്നോട് കാണിച്ച കരുണയാണ് എന്ന് മനസ്സിലാക്കി ദൈവ കൈകളിൽ നിന്ന് ഈ ജോലിയെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയണം. ഹല്ലേലൂയ. ദൈവം ഈ ജോലി തരുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ എന്തെങ്കിലും ഒരു മിടുക്ക് വെച്ചുകൊണ്ടല്ല ദൈവം തരുന്നത്, ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ജോലി തന്നത് ദൈവമാണെങ്കിൽ ജോലി പിൻവലിച്ചതും ദൈവമാണ്. ഇത് ഇയാൾ വിശ്വസിക്കണം. ദൈവമാണ് ഈ ജോലി പിൻവലിച്ചത്. ദൈവം പിൻവലിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ. തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ജോലി പിൻവലിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇയാൾ സഹപ്രവർത്തകരെ ചിലരെ സംശയിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ ബോസിനെയുമൊക്കെ ഇയാൾ എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കളയണം. അതുകൊണ്ട് ദൈവം ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മാനം ദൈവം പിൻവലിച്ചത് എന്ന് മനസ്സിലാക്കി കുറേ സമയം ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒന്ന് കൈയടിച്ച്. വീണ്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾ നീണ്ട 12 വർഷം ജോലി ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരുടെയെങ്കിലും ദുഃഖത്തിൽ പങ്കുചേരുകയോ അവരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ആ ജോലി പോയി കഴിഞ്ഞപ്പോൾ ജോലി ഇല്ലാത്തവരുടെ കൂട്ടത്തിലേക്ക് ഇയാൾ എണ്ണപ്പെട്ടു. ഇപ്പോൾ ആ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ ദൈവം ഒരു സമയം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജോലിയില്ലാത്ത വ്യക്തികളുടെ കൂട്ടായ്മയിലെ ഒരു അംഗമാണിപ്പോൾ ഇയാൾ. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾ ഓർക്കണം, ഞാൻ ആ 12 വർഷം ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങളെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇയാൾ ആ ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ 12 വർഷം ഇയാൾക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് ചേരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദശാംശം കൊടുക്കുക എന്നൊക്കെ പറയുന്നതിന് വേറെ ഭാഗമാണ്. എന്തു തന്നെയാലും ശരി, ആ വരുമാനത്തിൻ്റെ ഒരു അംശം ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇയാൾ നീക്കി വയ്ക്കണം. അതുകൊണ്ട് അത് പിന്നീട് ഇനി ജോലി കിട്ടുമ്പോൾ ചെയ്യാമെന്നല്ല, ഇപ്പം തന്നെ ഇയാൾ ആ തുക അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക.
ഒന്ന് കൈ ഉയർത്തി കൈയടിക്കുക. അതുപോലെ ഇയാൾ ഈ ജോലിയില്ലാത്ത അവസ്ഥയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങളെ ഓർത്തിട്ട് അവരുടെയും കൂടി വേദന യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഇയാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഇയാൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവോടെ നിറയ്ക്കണമേ. ഈശോയുടെ രക്തം കൊണ്ടൊക്കെ അവരെ കഴുകണമേ, അവരെ ആശ്വസിപ്പിക്കണമേ, അവരോട് കരുണയായിരിക്കണമേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് പോന്നു. പ്രിയപ്പെട്ടവരെയും ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, വെച്ചാൽ ആ കമ്പനിയുടെ ചരിത്രത്തിൽ നടക്കാത്തൊരു കാര്യമാണ്, എന്നെ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് ഇവിടെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് തകർച്ചകൾ ഉണ്ടായാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ചില പ്ലാനെല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും നമ്മുടെ വളർച്ചയും ഉയർച്ചയുമാണ്. ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരുന്നില്ല. ദൈവം എല്ലാം ഉപരി നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.